നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ സ്വയം സേവക സംഘം ശബരിഗിരി ജില്ലാ സംഘചാലകം തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിലെ പ്രൊഫസറുമായിരുന്ന ഡോക്ടർ VP വിജയമോഹനെ അനുസ്മരിക്കുകയാണ്. മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ തോമസ് മാർ കൂർലോസ്. ഏറെ ആദരണീയനായ ഡോക്ടർ VP വിജയമോഹൻ സാറ് നമ്മുടെ നാടിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഞങ്ങളുടെ മാക്ഫാസ്റ്റ് കോളേജിനെ സംബന്ധിച്ചും വലിയ അനുഗ്രഹമായിരുന്നു. അദ്ദേഹം വിഷ്ണുപദം പൂകി എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ നന്മയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ചരണങ്ങൾ പിന്തുടരുവാൻ ഇനി ആര് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ആത്മീയ പ്രഭാഷണം കൊണ്ടും തൻ്റെ സമർപ്പണം കൊണ്ടും നമ്മളെ എല്ലാവരെയും അതിശയിപ്പിച്ചവനാണ്. അദ്ദേഹം ശാന്തനും സുമുഖനും ദൈവഭക്തനുമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. തൻ്റെ വാക്കുകളും ജീവിതവും തമ്മിലുള്ള അകലങ്ങൾ അദ്ദേഹം ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളുടെ മാക്ഫാസ്റ്റ് കോളേജിലെ 2010 അദ്ദേഹം ചേർന്ന ദിവസം മുതൽ അദ്ദേഹം ശാരീരികമായി ക്ലേശങ്ങളിലായിരുന്ന ആ ഒരു അവസരം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഞങ്ങളോട് പരിപൂർണമായ ആ സാഹോദര്യത്തിൽ അതുപോലെ തന്നെ വലിയ ഔദാര്യത്തോടുകൂടി ഇടപെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരാവേശമായിരുന്നു. കാരണം അദ്ദേഹം ക്ലാസ്സുകളിൽ വിഷയങ്ങൾ മാത്രമല്ല പഠിപ്പിച്ചിരുന്നത്, മറിച്ച് സാരവത്തായ ഉപദേശങ്ങൾ നൽകി യൗവനയുക്തരായ അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും സ്വാധീനിക്കാൻ സാധിക്കുമാതിരി അദ്ദേഹം ഇടപെടുമായിരുന്നു, പ്രവർത്തിക്കുമായിരുന്നു. തൻ്റെ സാരോപദേശങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചിരുന്നു. പ്രിയപ്പെട്ട സാറ് നമുക്ക് നൽകിയ വലിയൊരു മാതൃക അദ്ദേഹത്തോടൊപ്പം അവസാനിക്കുന്നില്ല എന്ന് ഞാനിവിടെ താല്പര്യപൂർവ്വം പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടിയും ദൈവീകതയിലും ജീവിക്കുമ്പോൾ ആ ആൾ അനശ്വരനായിട്ട് തീരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വിജയമോഹൻ സാറിന് ഞാൻ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം വിഷ്ണുപദം പൂകിയിരിക്കുന്ന ഈ ഒരവസരത്തിൽ അദ്ദേഹം ആരെ തൻ്റെ മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ ശുശ്രൂഷകളും ജീവിതവും സമർപ്പിച്ചോ ആ ദൈവത്തിൽ അദ്ദേഹം വിലയം പ്രാപിച്ച് ഒരു നദി ചെന്ന് സമുദ്രത്തിൽ വിലയം പ്രാപിക്കുന്നത് പോലെ സായുജ്യമടയുവാൻ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.